ഇന്നത്തെ ഒരു നൈറ്റ് വ്ളോഗ് കണ്ടാലോ? ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. കാരണം രാത്രി എന്തെങ്കിലുമൊക്കെ ഞം ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കണം. ഇന്ന് നമ്മുടെ വീക്ക്ലി പർച്ചേസ് ഡേ ആണ്. അപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയതാണ്. ഞാനെന്തിനാണ് ഈ ഏരിയയിലോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി വാഷും അതുപോലെ ഒരു പിയേഴ്സ് സോപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അതൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് സാധനങ്ങൾ, പിന്നെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള പൊടികൾ അതൊക്കെ എടുത്തു. പിന്നെ നമുക്ക് രണ്ടുപേർക്കും മീനും ചിക്കനൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത രണ്ടാൾക്കാരാണ്. കാരണം എന്നും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം തൊട്ടുകൂട്ടാൻ സൈഡിൽ വേണം. അപ്പം ഞാൻ ഇവനോട് ചുമ്മാ നമ്മൾ എടുക്കണ മീനൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ എന്തിനാണോ അതിനെ നിൽക്കമർത്തി കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ഐസ്ക്രീമും 2-3 ബ്രൗണിയൊക്കെ സൈഡായിട്ട് എടുത്തായിരുന്നു. പിന്നെ നമ്മളിതൊക്കെ എടുത്ത് നേരെ റൂമിലോട്ട് പോയി. ഞാൻ ഐസ്ക്രീം വീട്ടിൽ ചെന്ന് കഴിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് വഴിയിൽ നിന്ന് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് പോയി. പിന്നെ ഞാൻ കിച്ചൺ അവനങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ അവന് കൊടുക്കും. അതിൽ വലിയ തെറ്റൊന്നുമില്ലല്ലോ. കാരണം ഒരു 5 ദിവസം 4 ദിവസം ഞാനാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം അവൻ കുക്ക് ചെയ്യട്ടെ, അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് കട്ടിങ്ങും ക്ലീനിങ്ങും ഫുൾ സാധനങ്ങൾ ഞാൻ അവനെ ഏൽപ്പിച്ചു. ഞാൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ സൈഡിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചുമ്മാ വെറുതെ നാട്ടിലെ കഥയും വീട്ടിലെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളും ചിലപ്പോൾ പണ്ട് പ്രേമിച്ച ഇവൻ്റെ വല്ല ലവ് സ്റ്റോറിയും ഇങ്ങനത്തെ കുറേ കഥകളുണ്ടാവും. ചിലപ്പോൾ അത് പറഞ്ഞ് നമ്മളിപ്പോൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും. അതൊക്കെയാണ് ചെയ്യാറ്. ഒരു രസം. ചിലപ്പോൾ നല്ല സ്നേഹത്തിൽ തുടങ്ങിയിട്ട് നല്ല അടിയായാലും അവസാനിക്കാറുമുണ്ട് കേട്ടോ. അതും നടക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ സൈഡിൽ നമ്മളെ നട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. കാരണം ചില ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം ഇതിൽ പുഴു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ചൂടാക്കി എടുക്കാറുണ്ട്. പിന്നെ നേരെ അവൻ്റെ പണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒക്കെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് സെറ്റാക്കി ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാനൊന്നുമില്ല ഇതിൻ്റെ കൂടെ. അപ്പം ഞാൻ കുബൂസ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ കിട്ടിയില്ല. വെറുതെ അതുവരെ പോയിന്ന് മാത്രം, സാധനമൊന്നും കിട്ടിയില്ല. തിരിച്ച് വന്ന് പിന്നെ നമ്മൾ ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങനൊരു ടൈമൊക്കെ എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാട്ടോ. കാരണം നമ്മൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്. ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോഴോ ഒക്കെയാണ് കൂടുതൽ ടൈം സംസാരിക്കാനൊക്കെ സ്പെൻഡ് ചെയ്യാറ്. എല്ലാന്നുണ്ടെങ്കിൽ ഫോണും അതും ഇതൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. ഇതാവുമ്പോൾ ഒരു ക്വാളിറ്റി ടൈമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മളെപ്പോഴും ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ എന്തായാലും കൊള്ളായിരുന്നു, കിടിലനായിരുന്നു. ഞാൻ നല്ലോണം പൊക്കി അടിച്ചിട്ടുണ്ട് അവരൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടുപേരും അതിലങ്ങ് കുത്തിയിരുന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു. സൈഡിലൊരു പടമൊക്കെ വെച്ച്. പിന്നെ ആ മീനിൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.